തീക്കളിയുമായി SDPI. തൊടുപുഴയിൽ ക്രൈസ്തവ സംയുക്ത സമിതി പ്രവർത്തകന് നേരെ വധശ്രമം. TJ ജോസഫ് സാറിന്റെ ചോര വീണ മണ്ണിൽ വീണ്ടും SDPIയുടെ ക്രൂര ആക്രമണം. ഇത്തവണ SDPI പ്രവർത്തകരുടെ വധശ്രമത്തിന് ഇരയായത് ക്രൈസ്തവ സംയുക്ത സമിതി പ്രവർത്തകനായ മനുസുദൻ എന്ന മനോജ്. 100ഓളം പേർ സംഘം ചേർന്ന് നടത്തിയ ആക്രമണത്തിൽ KSRTC ബസ് ജീവനക്കാരനായ മനുസുദന് സാരമായ പരിക്കേറ്റു. 11-12 വയസ്സ് പ്രായമുള്ള മക്കളുടെ മുന്നിൽ വെച്ചായിരുന്നു ക്രൂരമായ മർദ്ദനം. ക്രൂരമായി ആക്രമിക്കപ്പെട്ട മനോജിനെ തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഹനത്തിൽ തന്നെയുണ്ടായിരുന്ന വ്യക്തിയാണ് അക്രമികൾക്ക് മനോജിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത്. ബസ് തൊടുപുഴ മങ്ങാട്ടുകവലയിൽ വെച്ച് തടഞ്ഞാണ് ആക്രമണം അഴിച്ചുവിട്ടത്. ബസ്സിൽ നിന്നും മനോജിനെ ഇറക്കി ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനിടെ മക്കൾ മനോജിനെ കെട്ടിപ്പിടിച്ച് തടയുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ആക്രമണത്തിൽ മനോജിന്റെ ഒരു മകനും പരിക്കേറ്റു. മനോജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടായിരുന്നു ആക്രമണം. പോലീസ് ആശുപത്രിയിലെത്തി മനോജിന്റെ മൊഴിയെടുത്തു. വാളടക്കമുള്ള ആയുധങ്ങൾ അക്രമകാരികളുടെ കയ്യിലുണ്ടായിരുന്നുവെന്ന് മനോജ് മൊഴി കൊടുത്തിട്ടുണ്ട്. വാക്കുമുട്ടുമ്പോൾ വാളെടുക്കുന്ന തീവ്രവാദം കേരളത്തിൽ വീണ്ടും ചിറക് വിരിക്കുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് തൊടുപുഴയിൽ ഇന്ന് നടന്ന ആക്രമണം. മനോജിനെ ആക്രമിച്ചവർക്കെതിരെ ഉടൻ നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് ക്രൈസ്തവ സംയുക്ത സമിതി അറിയിച്ചു.